കേരളത്തിലെ വിരലിലെണ്ണാവുന്ന ജൈനക്ഷേത്രങ്ങളിൽ ഏറ്റവും പൗരാണികമാണ് പാലക്കാട് നഗരത്തിൽ നിന്നും 4 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ജൈനക്ഷേത്രം. ജൈനിമേടിലെ ഈ ക്ഷേത്രത്തിൽ യുഗപ്രഭാവനായിരുന്ന ശ്രീനാരായണ ഗുരുവുമൊത്ത് താമസിച്ചിരുന്ന സമയത്താണ് മഹാകവി കുമാരനാശാൻ വീണപ്പൂ എഴുതിയത്. 1500 വർഷം പഴക്കമുള്ള ജൈനിമേട് ഇപ്പോൾ പുനരുദ്ധാരണത്തിന്റെ പാതയിലാണ്. ദശാബ്ദങ്ങളായി ജീർണതയിലായിരുന്ന ക്ഷേത്രം ലക്ഷങ്ങൾ മുടക്കി കൃഷ്ണശിലകൾ പാകി പുതുക്കിപ്പണിയുന്നത് വയനാട്ടിലെ ജൈനമത ട്രസ്റ്റാണ്. പുനരുദ്ധാരണം നടക്കുന്നതിനാൽ തീർത്ഥങ്കരന്മാരുടെയും യക്ഷിണികളുടെയും രൂപങ്ങൾ മറ്റൊരിടത്തേക്ക് മാറ്റി ആരാധന നടത്തുന്നുണ്ട്. അതായത് ഭാരതപ്പുഴയുടെ ഓരത്ത് കുന്നിൻ പ്രദേശമായ ജൈനിമേട് എന്ന സ്ഥലത്താണ് ഈ അമ്പലത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഒരു ഏക ക്ഷേത്രം ഈ ജൈനിമേടിലെ ഈ 8ാമത്തെ തീർത്ഥങ്കരനായ ചന്ദ്രപ്രഭ തീർത്ഥങ്കരന്റെ ഒരു ക്ഷേത്രമാകുന്നു. 40 ലക്ഷം പിന്തുടർച്ചക്കാരുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ജൈനമതത്തിലെ 1000-ഓളം പേർ മാത്രമാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത്. ആരാധനാമൂർത്തികളായ 24 തീർത്ഥങ്കരന്മാരാണ് ജൈനമതത്തിനുള്ളത്. അതിൽ 8ാമത്തെ തീർത്ഥങ്കരനായ ചന്ദ്രപ്രഭ തീർത്ഥങ്കരനാണ് ജൈനിമേടിലെ പ്രതിഷ്ഠ. ക്ഷേത്രത്തിൽ പൂജ നടത്താൻ ജൈനമതക്കാർക്ക് അവകാശമില്ല. ഹിന്ദു മതവിശ്വാസികളായ തന്ത്രിമാരാണ് ഇത് ചെയ്യേണ്ടത്. ഉണക്കലരിയും പഴങ്ങളുമാണ് നിവേദ്യങ്ങൾ. 32 അടി നീളവും 20 അടി വീതിയുമാണ് ഒരു ജൈനക്ഷേത്രത്തിലെ ശ്രീകോവിലിന് നിഷ്കർഷിച്ചിരിക്കുന്നത്. ജൈനിമേട് ക്ഷേത്രം പുനരുദ്ധരിക്കുന്നതോടെ വീണപ്പൂവിന്റെ ജന്മസ്ഥലത്ത് ദർശനപ്രഭാവരായ തീർത്ഥങ്കരന്മാർക്കുള്ള ദേവാലയമായി മറ്റൊരു പൈതൃകത്തിന് കൂടി ശാപമോക്ഷമാവുകയാണ്.